ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കാം. പാവയ്ക്ക കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി ഫ്രൈക്ക് ആവശ്യമായ മാരിനേഷൻ തയ്യാറാക്കാം. അതിനായി ഇടത്തരം 2 പാവയ്ക്ക ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ചേർത്ത് പാവയ്ക്ക ഉടഞ്ഞു പോകാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുഴഞ്ഞു പോകരുത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാവാനായി വെക്കാം. അതിലേക്ക് വറുത്തു കോരുവാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായി മൂത്ത് വരുമ്പോൾ കോരി മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് വാടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 വറ്റൽ മുളകും. ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയും നന്നായി വറുത്ത് കോരിയെടുക്കണം. ഇതൊന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത്രയും വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതേ പാനിൽ പൊടികൾ മിക്സ് ചെയ്ത് വെച്ച പാവയ്ക്ക ചേർത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഓരോ പാവയ്ക്ക വീതം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേഗം ഫ്രൈ ആയി കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ പാവയ്ക്ക എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൂടെ കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്രൈ ചെയ്ത് വെച്ചതെല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് എല്ലാം കൂടി ഒന്ന് ഉടയാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇതിന് മുകളിൽ വിതറി കൊടുത്താൽ മതി. എണ്ണയുടെ അംശമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉപ്പ് പിടിച്ചോളും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായ പാവയ്ക്ക ഫ്രൈ റെഡിയായി. ഇനി പാവയ്ക്ക ഫ്രൈ കഴിക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബൈ.